ഒരുപാട് പഴക്കം ചെന്ന ഒരു റെസിപ്പിയാണ് ഇത് ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്യുന്നത്. കുഞ്ഞിയപ്പം കറി. പണ്ട് ഗ്രാൻഡ് പേരൻസ് ഒക്കെ, നമ്മുടെയൊക്കെ ഗ്രാൻഡ് പേരൻസ് ഒക്കെ ഉണ്ടാക്കാറുള്ള ഒരു ഡിഷാണ്. എന്നാൽ ഒത്തിരിയും പേർക്ക് ഈ ഒരു ഡിഷിനെ പറ്റി അറിയില്ല. അപ്പോൾ ഇന്ന് എൻ്റെ ഒരു ഫേവറേറ്റ് ആയിട്ടുള്ള 4 മണി പലഹാരം കൂടിയായ ഈ കുഞ്ഞിയപ്പം കറിയുടെ റെസിപ്പിയാണ് ഞാൻ ഷെയർ ചെയ്യുന്നത്. ഞാൻ മഹിമ സൈമൺ. വെൽക്കം ടു മഹിമാസ് കുക്കിംഗ് ക്ലാസ്. അപ്പോൾ കുഞ്ഞിയപ്പം കറി ഉണ്ടാക്കുന്ന നമ്മുടെ ഏകദേശം പിടിയൊക്കെ ഉണ്ടാക്കുന്ന ഒരു സ്റ്റൈലിലാണ്. അപ്പോൾ ആദ്യം നമുക്ക് കുറച്ച് വെള്ളം തിളപ്പിക്കണം. ഒരു 3 കപ്പ് വെള്ളം തിളപ്പിക്കാം. വെള്ളം തിളയ്ക്കുന്ന സമയം കൊണ്ട് നമുക്ക് കുറച്ച് ജീരകം ചതച്ചെടുക്കാനായിട്ടുണ്ട്. ഇവിടെ ഒരു 1/2 ടീസ്പൂൺ എടുത്തേക്കുന്നത്. നമുക്ക് ആവശ്യമുള്ളത് ചേർക്കാം. ഒരുപാട് പൊടിക്കേണ്ട ആവശ്യമില്ല, ഒന്ന് ചതച്ചിടുക. ജീരകത്തിൻ്റെ ഒരു ഫ്ലേവർ നല്ലതായിട്ട് കിട്ടിയാൽ മതി. ഇപ്പോൾ ഉപയോഗിച്ചിരിക്കുന്നത് ചെറിയ ജീരകമാണ്, ക്യുമിൻ സീഡ്സ് ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. ചിലവർ ക്യുമിൻ സീഡ്സിന് പകരം ഏലക്കാപ്പൊടി ഇടാറുണ്ട്. പേഴ്സണലി എനിക്കിഷ്ടം ഈ ജീരകം ഇട്ടിട്ടുള്ള ടേസ്റ്റാണ്. അടുത്തായിട്ട് നമുക്ക് ഈ ബൗളിലേക്ക് അരിപ്പൊടി, ഫൈനായിട്ടുള്ള അപ്പത്തിനും പത്തിരിക്കൊക്കെ ഉപയോഗിക്കുന്ന പൊടിയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. 1 കപ്പ്. ഈ ഒരു മെഷറിംഗ് കപ്പിലാണ്, ഇത് 250 ml കപ്പാണ്. ഈ അളവിലാണ് നമ്മൾ 1 കപ്പ് എടുത്തേക്കുന്നത് പൊടി. ഉപ്പിടാം ആവശ്യത്തിന്. അര ടീസ്പൂൺ നിറച്ചെടുത്തിട്ടില്ല, കുറച്ച് താഴെയായിട്ട് ഉപ്പെടുത്തിട്ടുണ്ട്. കൂടാതെ ഒരു നുള്ള്, വളരെ കുറച്ച് ജീരകം ചതച്ചത്, 1/4 കപ്പ് തിരുമിയ തേങ്ങ. ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യുക. ഇതിലേക്ക് തിളച്ച വെള്ളം ഒഴിക്കുക. ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നമ്മൾ കോഴിക്കട്ടയ്ക്കും അടയ്ക്കൊക്കെ ഉണ്ടാക്കുന്ന പോലെ, ഇടിയപ്പം അതിനൊക്കെ കഴിക്കുന്നതേ പോലെ എടുക്കുക. മാനേജബിൾ ചൂടാകുമ്പോൾ കൈവച്ച് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക. നമ്മളിവിടെ 2 കപ്പ് വെള്ളം ഉണ്ടല്ലോ, ഇതിലേക്ക് കുറച്ചും കൂടെ വെള്ളം ചേർത്ത് വെള്ളം ബോയിൽ ചെയ്യട്ടെ. നമ്മൾ ഈ ചെറിയ കുഞ്ഞി അപ്പം ഉണ്ടാക്കുന്നത്, അപ്പോൾ അത് മുങ്ങിക്കിടക്കാൻ പാകത്തിന് വെള്ളം വേണം. പിടിയൊക്കെ ഉണ്ടാക്കുന്ന പോലെ ചെറിയ ചെറിയ ഉരുളകളാക്കി മാറ്റാം. ഇതേപോലെ ചെറിയ ബോൾസ് ആക്കി എടുക്കുക. നല്ല ചെറിയ ബോളാക്കാം, അല്ലെങ്കിൽ ഇച്ചിരി വലിയ ഡോ ബോൾസ് ആക്കാം. ഇതേപോലെ ബാക്കിയുള്ള ഫുള്ളായിട്ടുള്ള ഡോ ഒരു ശകലം മാറ്റി വെക്കുക. ഈ ഒരു സൈസിലുള്ള മാവ് മാറ്റി വെക്കുക. ബാക്കി മൊത്തം ഇതേപോലെ ഷേപ്പ് ചെയ്തെടുക്കുക. നമ്മൾ ഈ ഉണ്ടകളെല്ലാം ഉണ്ടാക്കി ഷേപ്പ് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ആദ്യം ഈ തിളയ്ക്കുന്ന വെള്ളത്തിലേക്ക് ഇത് മൊത്തം ഇട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം. തീ ഹൈ ഫ്ലെയിമിലാണ് ഇട്ടേക്കുന്നത്. വെള്ളത്തിന് ചെറിയായിട്ട് ഉപ്പ് ഇടാം. ഒരു 1/8 ടീസ്പൂൺ ഉപ്പ് ചേർക്കാം. നന്നായിട്ട് കുക്കാവുന്ന വരെ ഇത് ഒന്ന് ബോയിൽ ചെയ്യാം. ഏകദേശം ഒരു 5 to 6 minutes എടുക്കും. അപ്പോൾ നമ്മൾ റിസർവ് ചെയ്ത് വെച്ചേക്കുന്ന മാവിലേക്ക് കുറച്ച് വെള്ളം കൂടെ ചേർത്ത് അത് ഡൈല്യൂട്ട് ചെയ്തെടുക്കുക.
സാധാരണ തണുത്ത വെള്ളം, നോർമൽ റൂം ടെമ്പറേച്ചർ വെള്ളമാണ് ചേർത്തേക്കുന്നത്. ഇത് നമ്മൾ ഉപയോഗിക്കുന്നത് ഇതിനൊരു നല്ല കൊഴുപ്പ് കിട്ടാനായിട്ടാണ്, തിക്നെസ് കൊടുക്കാനായിട്ട്. ആ വെള്ളത്തിലേക്ക് ആ മാവ് അലിയിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്ത് മധുരം ചേർത്തിട്ടില്ല, ആവശ്യത്തിന് മധുരം ചേർക്കാം. ഞാൻ 3 ടേബിൾ സ്പൂൺ ഷുഗർ ചേർക്കുകയാണ്. ഷുഗറിന് വേറെ ശർക്കര ഇടാം. പേഴ്സണലി എനിക്കിഷ്ടം ഷുഗർ ചേർത്തിട്ടുള്ള കുഞ്ഞപ്പൻ കറിയാണ്. 3 എന്ന് പറയുമ്പോൾ ഒരു മീഡിയം മധുരം ഉണ്ടാകത്തുള്ളൂ. പിന്നീട് ഷുഗർ വേണമെങ്കിൽ കൂടുതൽ ചേർക്കാം. ആ ഷുഗറും ഇട്ട് നലിയണം. അലിഞ്ഞ് കഴിഞ്ഞ ശേഷം നമുക്ക് ഇതങ്ങോട്ട് ചേർക്കാം. അപ്പോൾ വെന്ത് കഴിയുമ്പോഴത്തേക്ക് ഈ ഡോ ബോൾസ് എല്ലാം മേലോട്ട് പൊങ്ങി വരും. അല്ലെങ്കിൽ ഒന്ന് കട്ട് ചെയ്ത് നോക്കി കഴിയുമ്പോൾ നമുക്കറിയാം മാവ് നന്നായിട്ട് വെന്തിട്ടുണ്ടെന്നുള്ളത്. കുഞ്ഞിയപ്പം കറി നല്ല തിക്കാവുന്ന വരെ കുക്ക് ചെയ്യുക. അപ്പം നമുക്ക് ഒത്തിരി ലൂസാന്ന് തോന്നുവാണെങ്കിൽ നിങ്ങൾക്ക് എപ്പോഴും 1-2 ടീസ്പൂൺ അരിപ്പൊടി, ഫൈനായിട്ടുള്ള അരിപ്പൊടി ഇച്ചിരി വെള്ളത്തിൽ മിക്സ് ചെയ്ത് ചേർത്ത് തിക്കാക്കി എടുക്കാം. അപ്പം നല്ല തിക്കായി. ഇതിനകത്തേക്ക് നമുക്ക് ഫ്ലേവറിന് വേണ്ടിയിട്ട് കുറച്ച് ജീരകം ചതച്ചത് ചേർക്കാം. 1/4 ടീസ്പൂൺ നിറച്ച് ജീരകം എപ്പോഴും ഷുഗർ ചേർക്കുന്ന കൂടെ വേണമെങ്കിലും ചേർക്കാം. ഇതെല്ലാം കൂടെ ഒന്ന് ബോയിൽ ആവട്ടെ. നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കിയാൽ മധുരം പാകത്തിനേ ഉള്ളൂ, അധികം ഇല്ല. 1/2 ടേബിൾ സ്പൂൺ വേണമെങ്കിലും ചേർക്കാം എക്സ്ട്രാ. കുഞ്ഞപ്പൻ കറി ഈ ഒരു പരുവത്തിൽ നമുക്ക് സെർവ് ചെയ്യാം, പാലൊഴിക്കാതെ. പാലൊഴിച്ച് കഴിഞ്ഞാൽ ഒന്നുകൂടെ ഫ്ലേവറാണ്. പാൽ ഓപ്ഷണലാണ് കേട്ടോ, നിർബന്ധമില്ല. എൻ്റെ അമ്മയൊക്കെ ഉണ്ടാക്കുമ്പോൾ ഈ ഒരു പരുവത്തിലാണ് സെർവ് ചെയ്യുന്നത്. ഇതേപോലെ പാലൊഴിക്കാതാണ്. ഞാൻ കുറച്ച് പാലൂടെ ചേർത്ത്, ഞാൻ 1/2 കപ്പ് പാലാണ് എടുത്തത്. അത് ഫുള്ള് ഒഴിച്ചിട്ടില്ല, കുറച്ച് ബാക്കിയുണ്ട്. ഈ ഒരു പരുവത്തിൽ എടുക്കാം. ഓഫ് ചെയ്യാം. ഈ സമയത്ത് ടേസ്റ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഷുഗർ വേണമെങ്കിൽ എക്സ്ട്രാ ഷുഗർ ആഡ് ചെയ്യാം. അതിനകത്ത് കുറച്ച് ഷുഗർ കൂടെ ആഡ് ചെയ്യാം. ഒരു 1/4 ടേബിൾ സ്പൂൺ കൂടെ ഷുഗർ. അതേപോലെ ഒരു നുള്ള ഉപ്പും കൂടെ ചേർക്കാം. നമുക്ക് പാൽ ഉപയോഗിക്കുമ്പോൾ തേങ്ങാപ്പാൽ ഉപയോഗിക്കാം, പശുപാൽ ഉപയോഗിക്കാം. പാലില്ലാണ്ടും ഈ ഒരു റെസിപ്പി ഉണ്ടാക്കാം. നമുക്ക് സെർവിങ് ബോളിലേക്ക് മാറ്റാം. വളരെ ട്രഡീഷണൽ ആയിട്ടുള്ള വളരെ പഴയ ഒരു റെസിപ്പിയാണ് ഇത് ഞാൻ ഷെയർ ചെയ്യുന്നത്, കുഞ്ഞപ്പൻ കറി. അപ്പോൾ ഇത് പല തരത്തിലുണ്ടാക്കാറുണ്ട് പല ഏരിയയിൽ. അപ്പോൾ ഇതെൻ്റെ ഗ്രാൻഡ് മദറൊക്കെ ഉണ്ടാക്കുന്ന ഒരു റെസിപ്പിയാണ് ഈ കുഞ്ഞപ്പൻ കറി. ഈ ഒരു റെസിപ്പി നമുക്ക് ആക്ച്വലി രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് വേണേൽ സെർവ് ചെയ്യാം, 4 മണി പലഹാരമായിട്ട് വേണേലും സെർവ് ചെയ്യാം. ഇതെല്ലാവരും ട്രൈ ഔട്ട് ചെയ്ത് നോക്കുക. അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. സ്റ്റേ ട്യൂൺഡ് ടു മൈ മാസ്റ്റർ കുക്കിംഗ് ക്ലാസ്.